Hi, good morning. Good morning. Good morning. Okay. Good morning. Good morning, Miss. Good morning. Good Morning, ma'am. Okay. Good morning, ma'am. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പതുക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. കാര്യം എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. കിട്ടാത്തവരെ എത്രയും പെട്ടെന്ന് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്ക് വേഗം കളക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ലാസ് എടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരില്ലേ? എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കുക കേട്ടോ. ഓക്കെ, അല്ലാത്തവര് എന്ത് ചെയ്യാം, ക്ലാസ് കേൾക്കുമ്പോൾ പോയിന്റ് പറയാം, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുമ്പോൾ അതുമായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ തുടങ്ങല്ലേ? നമുക്ക് തുടങ്ങാതാ. ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? നമ്മള് ഹോസ്പിറ്റലിന്റെ ആ ഒരു ഹിസ്റ്ററിയാണ് കണ്ടത് അല്ലെ? രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി നമ്മൾ 4 കാലയളവുകളിലൂടെ മനസ്സിലാക്കിയിരുന്നു അല്ലെ? പ്രാചീന കാലഘട്ടം അല്ലെ, മധ്യ കാലഘട്ടം, പിന്നെ ഏതായിരുന്നു റിനൈസൻസ് പീരീഡിലുള്ളത്, മോഡേൺ പീരീഡിലുള്ളത് അല്ലെ? അപ്പൊ അതിനകത്ത് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു അല്ലെ? പ്രാചീന കാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ മെഡിസിൻ മതപരമായിട്ടുള്ള ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയൊക്കെ ഭാഗമായിരുന്നു അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആരാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്? ആരായിരുന്നു ഫാദർ ഓഫ് മെഡിസിൻ? ആരായിരുന്നു? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തേ. ഓക്കെ, വെരി ഹൃദയ കറക്റ്റ് ആണ് കേട്ടോ. ഹൃദയ, ശ്രുതി, നിഷിത, അഫ്ല, അജിത, അഞ്ജലി, നിഷ, നസ്രീഹ അല്ലെ, റുബീന, ഗായത്രി, നിമിജോസ്, ഷീല, ശ്രീലേഷ് കറക്റ്റ് ആണ് കേട്ടോ. നൂർഷീല അല്ലെ, അച്ചുഹണി, ഓക്കെ, ആര്യ, തൻസിയ, കുറെ പേരുണ്ടല്ലോ. ശ്രീലക്ഷ്മി, ജോസ്മി കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? ഹിപ്പോക്രാറ്റസ് ആണ് അല്ലെ? ആശ്മി കറക്റ്റ് ആണ് കേട്ടോ. എന്താണ് സംഭവം? നമ്മൾ പറഞ്ഞു അല്ലെ, അന്നൊക്കെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ട് ഓക്കെ, പിന്നെ കറക്റ്റ് ആണ് കേട്ടോ. ഹിപ്പോക്രാറ്റസ് ഒരു സയന്റിഫിക് ആയിട്ടുള്ള അല്ലെ, ഒരു യുക്തിസഹമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിനെ അപ്രോച്ച് ചെയ്ത വ്യക്തിയായിരുന്നു ഹിപ്പോക്രാറ്റസ്. കറക്റ്റ് ആണ് കേട്ടോ. നിമിഷ പാറു, ഓക്കെ, ഹിപ്പോക്രാറ്റസ്. അപ്പോ ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ മെഡിസിന്റെ പിതാവെന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നു നമ്മള്. പിന്നെ മിഡിൽ ഏജസിൽ എങ്ങനെയായിരുന്നു, റിനൈസൻസ് ഏജ്, മോഡേൺ പീരീഡ്, ഇതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 4 കാലയളവുകളും കണ്ടു. ഇനി നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചത് ഇതാണ്, ഹോസ്പിറ്റൽ ഇവല്യൂഷൻ, ഇന്ത്യൻ സെനാരിയോ, പ്രീ ഇൻഡിപെൻഡൻസ് അല്ലെ? നമ്മള് ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഹോസ്പിറ്റലിന്റെ ഒരു ഇവല്യൂഷൻ ആണ് നമ്മൾ പിന്നീട് ഒന്ന് ജസ്റ്റ് തുടങ്ങി വെച്ചുള്ളൂ. അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എന്തായാലും പ്രീ ഇൻഡിപെൻഡൻസ് ആണ് കേട്ടോ, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള നമ്മുടെ ഇന്ത്യയിലെ ഹോസ്പിറ്റലിന്റെ അവസ്ഥകള് എങ്ങനെയാണ് ഇവല്യൂഷൻ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു ദ സിക്ക് വാസ് കൺസിഡേർഡ് ആസ് എ പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ എർലി റൂളേഴ്സ് അല്ലെ? എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യയിലെ ആദ്യകാല ഭരണാധികാരികൾ അല്ലെ, അവരെന്താണ്, അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കുന്നത് അവരെങ്ങനെയാണ് അതിനെ പരിഗണിച്ചിരുന്നത്? പ്രൊവിഷണൽ ആയിട്ടും ധാർമ്മികവുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ടാണ് അവരതിനെ കണക്കാക്കിയിരുന്നത്. ഇവിടെ പ്രൊവിഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള അർത്ഥമാണ് കേട്ടോ. കാര്യം എന്താണ്? ജനങ്ങളുടെ ഒരു നെസസിറ്റി ആണ് അല്ലെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അത് കൊടുക്കേണ്ടത് ഭരണകർത്താക്കളുടെ തന്നെ എന്താണ്, ഉത്തരവാദിത്തമാണ് അല്ലെ? ആ ഒരു കാലഘട്ടത്തിൽ അവർ അത്രയേറെ ഹെൽത്ത് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പരിചരണം കൊടുക്കുന്നത് അവരെങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്? സ്പിരിച്വൽ ആയിട്ടും അല്ലെ, ധാർമ്മികമായിട്ടും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ടാണ് അന്നത്തെ ഭരണകർത്താക്കൾ അതിനെ കണ്ടിരുന്നത്. അത്രയേറെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് അവര് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു.
ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ആത്രേയ. ആരാണ് ആത്രേയ എന്ന് പറയുന്നത്? ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആണ് അല്ലെ. ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ഹു ലീവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില അല്ലെ. ആത്രേയ മുനിയെ കുറിച്ച് കേട്ടിട്ടില്ല, ഒരു ഋഷിവര്യനാണ് അദ്ദേഹം. അദ്ദേഹമാണ് എന്ത്, ആദ്യത്തെ ഇന്ത്യൻ ഫിസിഷ്യൻ ആണ് കേട്ടോ, ഇന്ത്യൻ ഡോക്ടർ ആണ് അദ്ദേഹം. അദ്ദേഹം എവിടെ ജീവിച്ചിരുന്നത്? തക്ഷശില. അന്നത്തെ കാലഘട്ടത്തിൽ ഗുരുകുല വിദ്യാഭ്യാസമാണല്ലോ. ആ ഒരു സമയത്ത് തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ജീവിച്ചിരുന്ന ഒരു അധ്യാപകനും കൂടിയായിരുന്നു കേട്ടോ. അധ്യാപകൻ മാത്രമല്ല, അദ്ദേഹം എന്താണ്, ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യനും കൂടിയായിരുന്നു കേട്ടോ. ഇദ്ദേഹം വന്നിട്ട് നമ്മുടെ ആയുർവേദത്തിലേക്ക് മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് കേട്ടോ ആത്രേയ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, നമ്മുടെ ഇന്ത്യയിൽ പണ്ട് കാലം മുതലേ ഉള്ള ഒരു സിസ്റ്റം ഓഫ്, ഇന്നും നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ആയുർവേദം അല്ലെ. ഈ പറയുന്ന ആയുർവേദത്തിലേക്ക് ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ആത്രേയ മുനി കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ഹു ലീവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സുശ്രുത. ഓക്കെ, സുശ്രുത, അതുപോലെ തന്നെ ചരക അല്ലെ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സുശ്രുത, അദ്ദേഹത്തിന്റെ കാലയളവ് നോക്കിക്കേ, 6th century BC BC 6ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ചരകയാണെങ്കിൽ AD 200 കേട്ടോ. അതൊന്നും ചോദിക്കില്ല. സുശ്രുതനെ പറ്റിയും ചരകനെ പറ്റിയും അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നോക്കുക കേട്ടോ. സുശ്രുത ആരാണ്? ഫാദർ ഓഫ് സർജറി. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആരാണ് സുശ്രുത എന്ന് പറയുന്നത്? ഫാദർ ഓഫ് സർജറി അല്ലെ, ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സുശ്രുതൻ. ഓക്കെ, നോക്കിക്കേ, ആൻഷ്യന്റ് ഇന്ത്യൻ സർജൻ നോൺ ഫോർ ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ ആൻഡ് ടെക്നിക്സ് ആൻഡ് ഫോർ ഹിസ് ഇൻഫ്ലുവൻഷ്യൽ ഡെസർട്ടേഷൻ സുശ്രുത സംഹിത അല്ലെ. ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും, സുശ്രുതന്റെ പേര് അതിനകത്ത് കിടപ്പുണ്ട് അല്ലെ. സുശ്രുത സംഹിത, ദ മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. എന്താണ് പറയുന്നത്? സുശ്രുതൻ ആരാണ്? ഫാദർ ഓഫ് സർജറി അല്ലെ, ശസ്ത്രക്രിയയുടെ പിതാവാണ്. ഈ പറയുന്ന സർജറിയുടെ ഫീൽഡില് ഏറ്റവും കൂടുതൽ ഒരുപാട് സംഭാവനകൾ, ഒത്തിരിയേറെ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള വ്യക്തിയാണ് സുശ്രുതൻ അല്ലെ. അപ്പൊ നമ്മുടെ ആൻഷ്യൻ ഇന്ത്യയില്, പുരാതന ഇന്ത്യയില് ഈ പറയുന്ന ശസ്ത്രക്രിയയെ കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബന്ധം അല്ലെ, ഒരു ഡെസർട്ടേഷൻ ആണ് സുശ്രുത സംഹിത അല്ലെ. അതിന്റെ ഗ്രന്ഥകർത്താവാണ് ആര്? സുശ്രുതൻ. ഓക്കെ, അത്രേ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സർജറി? സുശ്രുത അല്ലെ. അദ്ദേഹമാണ് നമ്മുടെ പുരാതന ഇന്ത്യയില് ശസ്ത്രക്രിയയെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുകൾ നമുക്ക് പകർന്നു നൽകിയ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് സുശ്രുത സംഹിത. അതിന്റെ ഗ്രന്ഥകർത്താവാണ് അദ്ദേഹം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത ആളാണ് ചരകൻ. ഓക്കെ, ചരകനെ കുറിച്ച് എന്താണ് പറയുന്നത്? ചരക വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ആയുർവേദ, a system of medicine and lifestyle developed in ancient India അല്ലെ. ഇനി ചരകനെ പറ്റി പറയണമെങ്കിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞ ഫാദർ ഓഫ് ആയുർവേദ എന്നൊക്കെ അറിയപ്പെടുന്നത് ചരകനാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആത്രേയ മുനി ഉണ്ടല്ലോ, അദ്ദേഹവും ചരകനും ഒക്കെ ആയുർവേദത്തിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ് ചരക. ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നത്. അതിന് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും അദ്ദേഹമാണ്. കാര്യം ഒരുപാട് ആയുർവേദത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ചരക എന്ന് പറയുന്നത്. ആയുർവേദം അറിയാലോ, നമ്മുടെ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. നമ്മുടെ പുരാതന ഇന്ത്യ തൊട്ട് ആ ഒരു കാലയളവ് തൊട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. ഹി ഈസ് നോൺ ആസ് ദ എഡിറ്റർ ഓഫ് മെഡിക്കൽ ട്രീറ്റേഴ്സ് നെയ്മഡ് ചരക സംഹിത, വൺ ഓഫ് ദ ബേസിക് ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിനെ പറ്റിയും ആയുർവേദത്തിനെ പറ്റിയുള്ള പുരാതന ഗ്രന്ഥമാണ് ചരക സംഹിത. ഇവരുടെ പേര് തന്നെ അതിനകത്തുണ്ട് അല്ലെ, ചരക സംഹിത. അതിന്റെ എന്താണ് ഗ്രന്ഥകർത്താവ് അല്ലെ, അദ്ദേഹമാണ് ചരക. ഓക്കെ, ചരക ആരായിരുന്നു? ആയുർവേദത്തിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആയുർവേദത്തിനെ പറ്റിയും നമ്മുടെ പുരാതന ഇന്ത്യയിലെ മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ പറ്റിയൊക്കെ പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത. ഓക്കെ, ഇവരൊക്കെ ആ ഒരു കാലഘട്ടത്തില് ജീവിച്ചിരുന്ന വ്യക്തികളാണ് അല്ലെ. സുശ്രുതനും ആത്രേയനും അതുപോലെ തന്നെ ചരക. ആത്രേയ ആരായിരുന്നു? ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ഹു ലീവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. ഓക്കെ, സുശ്രുത ആരായിരുന്നു? ഫാദർ ഓഫ്
സർജറി. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം ഏതാണ്? സുശ്രുത സംഹിത. അതായത് നിങ്ങളോട് ചോദിക്കാം, പുരാതന ഇന്ത്യയിൽ സർജറിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നൽകിയ ഗ്രന്ഥം ഏതാണ്? അത് സുശ്രുത സംഹിതയാണ്. ഓക്കെ, പിന്നെ ചരകയെ പറ്റി മനസ്സിലാക്കി. ഇനി നോക്കാം, can be traced back to Buddha and Ashoka. ഇവരുടെ കാലയളവ് 273 തൊട്ട് 232 AD ആണ്. എന്താണ് പറയുന്നത്? can be traced back to Buddha and Ashoka. ഈ ബുദ്ധനും അശോകനും ഒക്കെ സുശ്രുതനും ചരകയ്ക്കൊക്കെ മുൻപ്, അവർക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തികളാണ് അല്ലെ, ബുദ്ധനും അശോക എന്നൊക്കെ പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഹോസ്പിറ്റലൊക്കെ ഒരുപാട് മോഡേൺ ആണ്. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ഈ പറയുന്ന ബുദ്ധന്റെയും അതുപോലെ തന്നെ എന്താണ് അശോകൻ, അശോക ചക്രവർത്തി, അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കൾച്ചർ, അവരുടെ ഒരു സംസ്കാരം, അതുപോലെ അവരുടെ ആ ഒരു എന്താ പറയാ ട്രഡീഷൻസുകള്, അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു എന്താ പറയാ സ്വാധീനത്തിന്, ആ ഒരു സ്വാധീനം ഉൾക്കൊണ്ടിട്ടാണ് ഈ പറയുന്ന സുശ്രുതനും ചരകനും ഒക്കെ പിന്നീട് അവരുടേതായ കുറെ മെഡിക്കൽ ട്രഡീഷൻസും ഫിലോസഫിയും ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതാണ് അവരിവിടെ പറയുന്നത് കേട്ടോ. can be traced back to Buddha and Ashoka. മനസ്സിലായോ? ബുദ്ധന്റെയും അശോകന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു കൾച്ചർ, അവരുടെ ഒരു സംസ്കാരം, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫിലോസഫി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ സ്വാധീനം ഉൾക്കൊണ്ടിട്ടാണ് ഈ പറയുന്ന സുശ്രുതനും ചരകനും ഒക്കെ കൂടുതൽ ആയുർവേദത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതും അവരുടേതായ കുറെ എന്താ പറയാ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ അത്രയേറെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അശോക ചക്രവർത്തിയുടെ കാലഘട്ടമൊക്കെ പറഞ്ഞിരുന്നു, അതേ പോയിന്റ് തന്നെയാണ് വീണ്ടും പറയുന്നത് കേട്ടോ. നോക്ക്, ഡ്യൂറിങ് അശോകാസ് റെയിൻ, കാരണം ആ ഒരു കാലഘട്ടത്തില് ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം അവരെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാല്യൂസിനെ റെസ്പെക്ട് ചെയ്തിരുന്നു. എന്നുവെച്ചാൽ ധാർമ്മികമായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒത്തിരിയേറെ വാല്യൂസിനെ റെസ്പെക്ട് ചെയ്ത്, അപ്പൊ ഈ പറയുന്ന ബുദ്ധനും അശോകനൊക്കെ അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ആളുകളായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്തതാണ്, ഡ്യൂറിങ് അശോകാസ് റെയിൻ principles of hygiene were followed and C-sections were performed. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോയിന്റ് ആണ് അല്ലെ. അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ശുചിത്വ തത്വങ്ങളും അതുപോലെ സിസേറിയൻ സെക്ഷൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രയും സി സെക്ഷൻസ് ഒക്കെ വരിക എന്ന് പറയുമ്പോൾ അത്യാവശ്യം മോഡേൺ ആയി തുടങ്ങി അല്ലെ. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. പിന്നെ നോക്കിക്കേ, റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഫേം ആൻഡ് ഡിസ്ട്രിക്യൂട്ട് വേർ ബിൽറ്റ് ബൈ ബുദ്ധാസ് കേട്ടോ. അപ്പോ പ്രാദേശിക ആശുപത്രികൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? ഇൻഫേം ആൻഡ് ഡിസ്ട്രിക്യൂട്ട്. ഇൻഫേം എന്ന് വെച്ചാൽ എന്താണ്? അസുഖം വന്നിട്ടുള്ള ആളുകൾ അല്ലെ. ഡിസ്ട്രിക്യൂട്ട് എന്താണ്? അനാഥരായിട്ടുള്ള ആളുകൾ. അപ്പൊ അവർക്കൊക്കെ ആയിട്ട് പ്രാദേശിക ആശുപത്രികൾ പണിയെടുപ്പിച്ചത് ആരായിരുന്നു? അത് ബുദ്ധയായിരുന്നു കേട്ടോ. ആരായിരുന്നു? ബുദ്ധനായിരുന്നു. നിങ്ങളോട് ചോദിക്കാം, സി സെക്ഷൻസും അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഹൈജീൻ ഒക്കെ ഫോളോ ചെയ്തത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? അത് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ. ഇനി അനാഥരായ അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്കായിട്ട് പ്രാദേശിക ആശുപത്രികൾ പണികഴിപ്പിച്ചത് ആരായിരുന്നു? അത് ബുദ്ധനായിരുന്നു. ഓക്കെ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നോക്കി, അക്ബർസ് പീരീഡിലാണ് യുനാനി മെഡിസിൻ കൂടുതൽ ഫേമസ് ആണ് കേട്ടോ. അക്ബറിന്റെ പിന്നെ നമ്മുടെ മുഗൾ കാലഘട്ടം അല്ലെ. യുനാനി മെഡിസിൻ കേട്ടിട്ടില്ലേ? ശരിക്കും യുനാനി എന്ന് പറയുന്നത് ഗ്രീസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. ഗ്രീസിൽ നിന്നും, ശരിക്കും ഗ്രീസിൽ നിന്ന് വന്നിട്ടുള്ളതാണ് യുനാനി. യുനാനി എന്ന് പറയുന്ന പേര് അറബിയിൽ പറയുന്നതാണ്. ഗ്രീസിന് എന്തോ അറബിയിൽ പറയുന്ന വാക്കാണ് യുനാനി എന്ന് പറയുന്നത് കേട്ടോ. അത് കൂടുതൽ പ്രചാരത്തിൽ വരുന്നത് ഈ ഒരു അക്ബറിന്റെ കാലഘട്ടത്തിലാണ്. എന്നുവെച്ചാൽ മുഗൾ കാലഘട്ടം ഉണ്ടല്ലോ, ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത് നമ്മൾ പ്രീ ഇൻഡിപെൻഡൻസ് ആണ് കേട്ടോ പരിശോധിച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടത് നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ ഈ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് ഡിസ്ട്രിക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനാഥരായിട്ടുള്ള ആളുകൾ കേട്ടോ. നിശ്ചിത അനാഥരായിട്ടുള്ള ആളുകൾ കേട്ടോ. ആരും ഇല്ലാത്തവരില്ലേ, അവരെയാണ് കേട്ടോ ഡിസ്ട്രിക്യൂട്ട് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് അടുത്തത് കേട്ടോ. 17th സെഞ്ചുറി. ഇതാണ് 17th സെഞ്ചുറി. ഇനി 17ാം നൂറ്റാണ്ട് കാലഘട്ടം. ഈ നൂറ്റാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വർഷം അറിയാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി എന്നറിയാമോ?
നൂറ്റാണ്ട് നോക്കുക, 17-ാം നൂറ്റാണ്ടല്ലേ, അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. 16 1600 തുടങ്ങുന്നതായിരിക്കും വർഷം. അങ്ങനെ ഒന്ന് ചിന്തിക്കാം കേട്ടോ. അതുപോലെ വർഷം തന്നെ നമുക്ക് നൂറ്റാണ്ട് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് 2025-ലല്ലേ, 20 തുടങ്ങുന്നത്, അതിൽ നിന്ന് ഒന്ന് കൂട്ടാം. 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. നൂറ്റാണ്ട് പറയുമ്പോൾ നമ്മുടെ ആ വർഷത്തിന്റെ ആ 2 അക്കം ഉണ്ടല്ലോ, അതിനോടുകൂടി ഒന്ന് കൂട്ടി പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് നൂറ്റാണ്ട്. തിരിച്ചാണെങ്കിലോ നൂറ്റാണ്ട് തന്നെ ഏത് വർഷമായിരിക്കും, അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. ഇപ്പൊ 17-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് കുറയ്ക്കുമ്പോൾ 1616 തുടങ്ങുന്ന 1600 കാലഘട്ടമായിരിക്കും കേട്ടോ. അതൊന്ന് വെറുതെ ആലോചിച്ചാൽ മതി. 17-ാം നൂറ്റാണ്ട് വർഷം കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നോക്കിക്കേ, മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ ദ അറൈവൽ ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ കേട്ടോ. ഇനി 17-ാം നൂറ്റാണ്ട് എന്ന് വെച്ചാൽ 1600 വർഷങ്ങളുടെ കാലഘട്ടം പറഞ്ഞ 1600 സംതിങ് വർഷം, ആ ഒരു സമയത്ത് കേട്ടോ. ആ സമയത്ത് എന്താണ് ഉണ്ടായത്? ചരകക്ക് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് ആണോ? ദേന സ്ക്രീൻ നോക്ക്, ചരക കഴിഞ്ഞിട്ടുള്ള പോയിന്റ് കിട്ടിയില്ലേ? ഈ ലാസ്റ്റത്തെ 3 പോയിന്റ് ഇല്ലേ, 7ഉം 8ഉം 9ഉം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒരു കാര്യം മാത്രം എക്സ്ട്രാ വന്നിട്ടുണ്ട്. അക്ബറിന്റെ കാലഘട്ടത്തിലാണ് യുനാനി മെഡിസിൻ ഫേമസ് ആയത് കേട്ടോ. അത് മാത്രമാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കാം. 17th century മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ ദ അറൈവൽ ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ. നമ്മുടെ സൗത്ത് ഇന്ത്യയിലുണ്ട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോട് കൂടിയിട്ടാണ് കുറേയും കൂടെ ഒരു മോഡേൺ, നമ്മുടെ സിസ്റ്റം ഓഫ് മെഡിസിൻ കുറേയും കൂടെ മോഡേൺ ആയി തുടങ്ങി. ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് ഒരു വരവോട് കൂടിയിട്ട്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1600 കാലഘട്ടത്തിലാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒക്കെ വരവോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരു മെഡിസിൻ അല്ലെ, ആ മെഡിസിൻ കുറേയും കൂടെ മോഡേൺ ആയത്. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടായ മാറ്റങ്ങളാണ് ഇനി ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കിക്കേ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സ്ക്രീനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്ന, സ്ക്രീൻ കാണാം കേട്ടോ, നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664 in Chennai for its soldiers and in 1668 for the civilians. കേട്ടോ, എന്താണ് പറയുന്നത്? നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുന്നത്. അവരെന്ത് ചെയ്തു? 1664, അവര് വരുന്നത് 1600-ലാണ്. 1664 കാലഘട്ടത്തില് ചെന്നൈയിൽ അവരെന്ത് ചെയ്തു? ആദ്യമായിട്ടൊരു ഹോസ്പിറ്റൽ അവര് സ്ഥാപിക്കുകയാണ്. ഓക്കെ, ഏത് വർഷമാണ്? 1664 ചെന്നൈയില്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ഇറ്റ് സോൾജേഴ്സ് അല്ലെ, പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട്. അതുകൂടാതെ പിന്നീട് ഒരു 4 വർഷങ്ങൾ കഴിഞ്ഞപ്പോ 1667 ഫോർ സിവിലിയൻസ്. സിവിലിയൻസ് എന്ന് വെച്ചാൽ സാധാരണ പൗരന്മാരുണ്ടല്ലോ, അവർക്കായിട്ട് 1667 ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ അവര് എസ്റ്റാബ്ലിഷ് ചെയ്തു. ക്ലിയർ ആയോ പറഞ്ഞത്? 1664 ചെന്നൈയില് ആദ്യമായിട്ടൊരു ഹോസ്പിറ്റൽ അവര് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഫോർ ദ സോൾജേഴ്സ്, പട്ടാളക്കാർക്കായിട്ട് കേട്ടോ. പിന്നീട് 1668 സിവിലിയൻസ് ആയിട്ട്, എന്ന് വെച്ചാൽ സാധാരണ പൗരന്മാർക്കായിട്ട് അവര് 1668 ഒരു ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതൊക്കെയാണ് വന്ന മാറ്റങ്ങൾ കേട്ടോ. പിന്നീട് നോക്കിയേ, കോൺസ്റ്റന്റ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ 18th ആൻഡ് ഏർലി 19th century. അവിടെ നിന്ന് അങ്ങോട്ട് എന്ന് വെച്ചാൽ 17-ാം നൂറ്റാണ്ടില് ഈ ഒരു പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ പണികഴിപ്പിച്ചു തുടങ്ങി. പിന്നീട് ഒരു 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ സമയം വരെ തുടർന്ന് എന്താണ് വളരെയധികം ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ തുടങ്ങി ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് തുടങ്ങി. ഓക്കെ, ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട ഇന്ന് എന്താണ് ആശ്മി? ഫസ്റ്റ് പോയിന്റ് ഇതിന്റെയാണോ? മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ ദ അറൈവൽ ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ. നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോട് കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് മെഡിസിൻ കുറേയും കൂടെ മോഡേൺ ആവാനായിട്ട് തുടങ്ങിയത്. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ അല്ല, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോട് കൂടിയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ ഹിസ്റ്ററിയിൽ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, അവരുടെ വരവോട് കൂടിയിട്ട് 1600-ലാണ് അവർ വരുന്നത്. ഓക്കെ, അവരുടെ വരവോട് കൂടിയിട്ട് നോക്കിക്കേ, 1664 ചെന്നൈയിൽ ഒരു ഹോസ്പിറ്റൽ പണികഴിപ്പിക്കുകയാണ് സോൾജേഴ്സിന് വേണ്ടിയിട്ട്. 1668 സിവിലിയൻസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അവര് ബിൽഡ് ചെയ്യാണ്.
ഓക്കെ, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തൊരു 18-19 നൂറ്റാണ്ടിന്റെ അവിടം വരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, അതായത് ഹോസ്പിറ്റലിന്റെ വളർച്ചയിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട ഇൻ 1835 കേട്ടോ, 1835. അപ്പൊ എത്രാമത്തെ നൂറ്റാണ്ടാ? 1835 വർഷമാണ് അല്ലെ, 18-ലെ ആദ്യത്തെ വരുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഒന്ന് കുട്ടി പറഞ്ഞ നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് കേട്ടോ, 19-ാം നൂറ്റാണ്ടിലാണ് 1835 നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, കൽക്കട്ടയിലെ ആദ്യമായിട്ടൊരു മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകാൻ. ചോദിക്കുക കേട്ടോ, ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട എന്ന് ആവശ്യം കേട്ടോ. അതായത് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട ഏത് വർഷമാണ് വന്നത്? 1835. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ മുംബൈ ഇൻ 1845, പിന്നീട് 1845 മുംബൈയിലും, ആൻഡ് ചെന്നൈ ഇൻ 1850 കേട്ടോ, 1850 ചെന്നൈയിലും എന്ത് വരെയാണ്? ഹോസ്പിറ്റലുകൾ വരികയാണ് കേട്ടോ. അപ്പൊ ചോദിക്കാൻ നിങ്ങളോട്, ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് കേട്ടോ? 1835 ചെന്നൈയില്, 1845 മുംബൈയിലും 1850 ചെന്നൈയിലും വരാനായിട്ട് വന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഇൻ 1885 1885 1250 hospitals and dispensaries only reaching 10% of population. എന്താണ് അവിടെ പറയുന്നത്? 1885 കാലഘട്ടം ആയി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 1250ഓളം ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറികളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയില്. പക്ഷെ എങ്കിൽ കൂടിയും എന്താണ്, വെറും 10% പോപ്പുലേഷന്റെ ഹെൽത്ത് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റല്. എന്ന് പറഞ്ഞാല് നമ്മൾ കേൾക്കുമ്പോൾ 1250 എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യയാണ്, ഒരുപാടുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ എങ്കിൽ കൂടി എന്താണ്, അന്നത്തെ പോപ്പുലേഷനിൽ വെറും 10% ആളുകളുടെ ഹെൽത്ത് നീഡ്സിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഹോസ്പിറ്റലുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ അത്രയേറെ കുറവായിരുന്നു, പോപ്പുലേഷൻ കൂടുതലായിരുന്നു. അപ്പൊ വെറും 10% ആളുകളുടെ ഹെൽത്ത് നീഡ്സിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഹോസ്പിറ്റലുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ അങ്ങനെയായിരുന്നു അവസ്ഥ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇൻ 1885 1250 hospitals and dispensaries only reaching 10% of population. ഓക്കെ, ജസ്റ്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഏത് സമയത്താണ്? 1835 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ചെന്നൈയിലാണ്, കൽക്കട്ടയിലാണ് സ്ഥാപിതമായത് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്ക്രീനിൽ ഉണ്ട് കേട്ടോ, നോക്കിക്കോ. നോട്ടില്ലാത്തവര് നോട്ടല്ല, ടെക്സ്റ്റ് ഇല്ലാത്തവരൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ലാസ്റ്റത്തോട്ട് പോവാൻ നമുക്ക്. എന്താണ് ഇനി? എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ കേട്ടോ. ഇതുവരെ നമ്മൾ കണ്ടത് എന്താണ്? പ്രീ ഇൻഡിപെൻഡൻസ് ആണ്, നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടത് അല്ലെ. 1947 ആയപ്പോഴേക്കും നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചു, ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി. ആ ഒരു സമയത്ത് ഹോസ്പിറ്റൽ എമർജൻസി ആണ് ഇനി നമ്മൾ കാണുന്നത് കേട്ടോ. ഇതൊന്നും കാണാൻ പാഠം പഠിക്കേണ്ട, നിങ്ങൾ ആ ഒരു ഐഡിയ, അന്നത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇൻഫർമേഷൻസ് അവിടെ കൊടുത്തേക്കുന്നത്. അല്ലാണ്ട് ഇതിന് ഇങ്ങനെ ചോദ്യങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല. നോക്കിക്കോ കേട്ടോ. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ, ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ എത്രയാണ്? 1:4000. ആലോചിച്ച് നോക്കിയേ, ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ ഈസ് 1:4000. നമ്മളൊരു റേഷ്യോ ആണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ പെർട്ടിക്കുലർ ഏരിയ. ചിലപ്പോൾ ഒരു സിറ്റി ആവാം, ഒരു ടൗൺ ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആവാം. അവിടെയുള്ള ആളുകളുടെ എണ്ണം, അതാണ് പോപ്പുലേഷൻ എന്നുള്ള പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന 4000 പോപ്പുലേഷൻ, 4000 ആളുകൾക്ക് ഒരു ബെഡ് എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ കുറവാണത് അല്ലെ. 4000 ഒരു പോപ്പുലേഷൻ ഒരു പെർട്ടിക്കുലർ 4000 ആളുകൾക്കായിട്ട് ഒരു ബെഡ് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഹോസ്പിറ്റലുകളുടെ അവസ്ഥ. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ ഇസ് 1:4000. ദാറ്റ് മീൻസ് 1 ബെഡ് ഫോർ ദ 4000 പീപ്പിൾ കേട്ടോ. 4000 ആളുകൾക്കായിട്ട് ഒരു ഹോസ്പിറ്റൽ ബെഡ്. അപ്പൊ ഒന്ന് ആലോചിക്കണം എന്തുമാത്രം കുറവാണെന്നുള്ളത്. ഇന്ന് പക്ഷെ അങ്ങനെയാണോ? അല്ല, ഇഷ്ടംപോലെ ഡോക്ടേഴ്സും ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളും അല്ലെ, അങ്ങനെയായി മാറി. അന്നത്തെ കാലഘട്ടം അതായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയേ, ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ 1:6300. അതായത് 1 ഡോക്ടർ ഫോർ 6300 പീപ്പിൾ അല്ലെ. 6300 ആളുകൾക്ക് ഒരു ഡോക്ടർ, അങ്ങനെയായിരുന്നു
അതുപോലെ നോക്കിയേ നേഴ്സ് ടു പോപ്പുലേഷൻ റേഷ്യോ 1:40,000 എന്ന് പറഞ്ഞാൽ 40,000 ആളുകൾക്കായിട്ട് ഒരു നേഴ്സ്. ഓക്കെ, ആ രീതിയിലായിരുന്നു അന്നത്തെ അവസ്ഥ കേട്ടോ. പിന്നെ മാത്രമല്ല ഡിസ്പാരിറ്റി ഇൻ ഫെസിലിറ്റീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് കേട്ടോ. ഈ പറയുന്ന അർബൻ ഏരിയയിലായാലും റൂറൽ ഏരിയയിലായി കഴിഞ്ഞാലും ഈ പറയുന്ന ഫെസിലിറ്റികളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിപ്പോ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ടൗണിലോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസിലായി കഴിഞ്ഞാലും വ്യത്യാസം ഉണ്ട് അല്ലെ. ഡിസ്പാരിറ്റി മീൻസ് വ്യത്യാസം എന്നാണ് കേട്ടോ. ഡിസ്പാരിറ്റി ഇൻ ഫെസിലിറ്റീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലൊക്കെ ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഫെസിലിറ്റിയിൽ പല വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അറ്റ് ഇൻഡിപെൻഡൻസ്, ഇനി സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഏകദേശം 11,000 ഹോസ്പിറ്റൽസ് ബെഡ് ആൻഡ് 7,400 ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡിപെൻഡൻസ് സമയത്ത് ഏകദേശം ഒരു 11,000 ഹോസ്പിറ്റൽ ബെഡുകളും 7,400 ഹോസ്പിറ്റലുകളും നമ്മുടെ ഇന്ത്യയിൽ പുതുതായിട്ട് ഉണ്ടായി. ഓക്കെ, പുതുതായിട്ട് വന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ കൂടി നമ്മുടെ പോപ്പുലേഷന്റെ എല്ലാവരുടെയും ഹെൽത്ത് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നില്ല, അത്രയും കുറവായിരുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ മനസ്സിലായില്ലേ 1:4,000 എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറവാണത് അല്ലെ. സിൻസ് പാസ്റ്റ് 50 years കൺസെപ്റ്റ് ഓഫ് ടുഡേസ് ഹോസ്പിറ്റൽ. ഇനി കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. നമ്മൾ തുടക്കമേ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, 50 വർഷങ്ങളായിട്ട് ഹോസ്പിറ്റലിന്റെ എന്താണ് ഗണ്യമായിട്ട് ഹോസ്പിറ്റലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായൊരു ട്രാൻസ്ഫോർമേഷൻ കൂടെ വന്നു എന്ന് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, ഇതിന്റെ കണക്കോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകൾ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഹിസ്റ്ററിയും കഴിഞ്ഞു. അപ്പൊ ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടാവും അന്നത്തെ ഒരു കാലഘട്ടം, അന്നത്തെ ഹോസ്പിറ്റൽ എന്തായിരുന്നു, അതിന്റെ ഏതൊക്കെ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ളൊരു ഹോസ്പിറ്റലിൽ എത്തിയത് എന്നൊക്കെയുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങള്? ഓക്കെ അല്ലേ? പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഇങ്ങനെ പോർഷൻസ് എടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഓക്കെ, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ തുടങ്ങാം. നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് പതുക്കെ പറയുന്നുണ്ട്, പതുക്കെ ക്ലാസ് എടുക്കുന്നുള്ളൂ. ഒരുവിധം മെജോറിറ്റി ആളുകൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പയ്യെ സ്പീഡപ്പ് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അടുത്തൊരു ചാപ്റ്റർ തുടങ്ങുകയാണ് കേട്ടോ. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഒരു കാര്യം അറിയാം, മൊഡ്യൂള് 1ലും 2ലും ചാപ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ 3 ടീച്ചേഴ്സ് എടുക്കുന്നുണ്ടല്ലോ, എച്ചയുടെ 3 ടീച്ചേഴ്സ് എടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കായിട്ട് ഓരോരോ പോർഷൻസ് ആണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയിരിക്കണമെന്നില്ല, നിങ്ങൾ ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. കാര്യം അങ്ങനെയാണ് ഇവിടെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ല ആളുകൾ എടുക്കുന്നത്. എനിക്ക് അസൈൻ ചെയ്ത് തന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ ബാക്കി 2 മിസ്സുമാർക്ക് ഓരോരുത്തർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് അവർ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ചാപ്റ്ററുകളുടെ ഓർഡർ നോക്കണ്ട, പക്ഷെ നമ്മൾ എല്ലാ പോർഷൻസും കവർ ചെയ്യും. ചാപ്റ്ററിന്റെ ഹെഡിങ് ടൈറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഞാൻ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്റർ ഇതാണ്, 4ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 4 ആണ് എടുക്കുന്നത്. മൊഡ്യൂൾ 1ലെ ചാപ്റ്റർ നമ്പർ 4 ആണ്. ചാപ്റ്ററിന്റെ പേര് ഇതാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് പറഞ്ഞത്. ഓക്കെ, തുടങ്ങാം നമുക്ക് കേട്ടോ. ചാപ്റ്റർ നമ്പർ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഓരോ പല രീതികളിൽ പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിനെ പലതായിട്ട് ഇവിടെ തരംതിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന് കുറച്ച് എക്സാമ്പിളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. There are different types of hospital and each type has its own characteristics, strength and limitations. Okay, owing to the variation in terms, it is necessary to classify to understand its type. ഓക്കെ, അതായത് നമുക്കറിയാം അല്ലെ, ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മളുടെ ചുറ്റും ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകൾ, ഒരുപാട് ഫെസിലിറ്റികളിലാണ്. നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് വളർന്നു കഴിഞ്ഞു
അല്ലെ? ഏറ്റവും അങ്ങനെയുള്ളൊരു ഇതിലാണ് നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത്. ഒരുപാട് എന്താ പറയാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഒക്കെ ഉള്ള ഒരു ചുറ്റുപാടിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? എങ്കിൽ കൂടിയും എന്താണ് പലതരത്തിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. ചെറിയ ഹോസ്പിറ്റലുകൾ തൊട്ട് വലിയ ഹോസ്പിറ്റലുകൾ വരെ ഉണ്ട്, അല്ലെ? അപ്പൊ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, ചിലതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്ത് തന്നെ കറക്റ്റ് മനസ്സിലാക്കി എടുക്കണം. ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഹോസ്പിറ്റൽ ക്യാൻ ക്ലാസിഫൈഡ് ഓൺ ഫോളോയിങ് ബേസിസ്. അപ്പൊ പ്രധാനമായിട്ടും ഒരു 6 ഫാക്ടറിനെ കേട്ടോ, 6 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ, 6 ഫാക്ടേഴ്സ് ആണ് നമ്മൾ അതിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് 6 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ സൈസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ സൈസ് ആണ്, വലിപ്പം. അപ്പൊ വലിപ്പം എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ആ ഹോസ്പിറ്റലിന്റെ കെട്ടിട സമുച്ചയത്തിന്റെ വലിപ്പം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വേറൊരു കാര്യമാണ് അത് നിങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് സൈസ് കേട്ടോ. പിന്നെ എന്താണ് രണ്ടാമത്തെ, ലെവൽ ഓഫ് കെയർ, പരിചരണത്തിന്റെ നിലവാരം, അല്ല ആ ഒരു ലെവൽ ഓഫ് കെയർ. എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഒരേ രീതിയിലുള്ള പരിചരണമാണോ കൊടുക്കുന്നത്? നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും നമ്മളെ ഒരു ടൗണിൽ പോയൊരു എന്താ പറയാ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ലഭിക്കുന്ന പരിചരണം രണ്ടല്ലേ, വ്യത്യാസമില്ലേ? അപ്പൊ ഓരോരുത്തരിലും ആ ഒരു ലെവൽ ഓഫ് കെയർ വ്യത്യാസമുണ്ട്, ഇല്ലേ? അപ്പൊ ആ ഒരു ലെവൽ ഓഫ് കെയർ അതാണ് രണ്ടാമത്തെ ഫാക്ടറായിട്ട് നമ്മൾ എടുക്കുന്നത്. പരിചരണത്തിന്റെ ആ ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ്, ആ ഒരു ലെവൽ കേട്ടോ, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ് കേട്ടോ. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, അതായത് ഈ പറയുന്ന ഓരോ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കൂട്ടെ, ജസ്റ്റ് ഒരു ഐഡിയ തരുന്നത് മാത്രം. അതായത് ഓരോ ഹോസ്പിറ്റലുകളും അവര് ഓഫർ ചെയ്യുന്ന ചില എന്താ പറയാ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തുള്ള RCC റീജിയണൽ ക്യാൻസർ സെന്റർ, അത് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് എന്തിനു സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്, ക്യാൻസറിനാണ്, അല്ലെ? വിവിധ തരത്തിലുള്ള ക്യാൻസർ, ആ ഒരു ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിനെയാണ് അവർ ഫോക്കസ് ചെയ്ത് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ക്രാഫ്റ്റ് ഹോസ്പിറ്റലൊക്കെ കേട്ടില്ലേ? ക്രാഫ്റ്റ് ഹോസ്പിറ്റല് ഈ IVF ട്രീറ്റ്മെന്റും വന്ധ്യതാ ചികിത്സാ മേഖലയിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഓരോ ഹോസ്പിറ്റൽ, എല്ലാം ഞാൻ പറയുന്നില്ല, ചില ഹോസ്പിറ്റലെങ്കിലും ചില സ്പെഷ്യാലിറ്റികൾ അല്ലെ, ചില ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് അത് ഓഫർ ചെയ്തുകൊണ്ടുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതാണ് മൂന്നാമത്തെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. അടുത്തത് നാലാമത്തെ എന്താണ്, ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം. നമുക്കറിയാം അല്ലെ, നമ്മുടെ നാട്ടില് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്, കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ട്, അല്ലെ? ഗവൺമെന്റും പ്രൈവറ്റും സെക്ടറിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അതാണ് അവിടെ ഓണർഷിപ്പ്. എന്താണ് അനുശീല? ഐ ഹോസ്പിറ്റൽ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്തതാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ. സിസ്റ്റം ഓഫ് മെഡിസിൻ നമ്മുടെ എന്താ പറയാ ചികിത്സാ സമ്പ്രദായങ്ങള് നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെ? പ്രത്യേകിച്ച് ഇന്ത്യയിലെല്ലാം ഉണ്ട്. എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻ ഉണ്ട്. ആയുർവേദം ഉണ്ട്, അല്ലെ? അതുപോലെ അലോപ്പതി ഉണ്ട്, ഹോമിയോ ഉണ്ട്, പിന്നെന്താ യുനാനി ഉണ്ട്, സിദ്ധയുണ്ട്, ഇതെല്ലാം ഉണ്ട്, അല്ലെ? ഇതൊക്കെ ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ്. ഇംഗ്ലീഷ് മരുന്നുകൾക്കാണെങ്കിൽ അലോപ്പതി, ഇനി പറയുന്ന പരമ്പരാഗത രീതിയിലാണെങ്കിൽ ആയുർവേദം, ഹോമിയോ, അതൊക്കെ എന്താണ് പല പല സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അപ്പൊ ആ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ പറയുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ് കേട്ടോ, താമസത്തിന്റെ ദൈർഘ്യം. ആരുടെ താമസത്തിന്റെ ദൈർഘ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ആരുടെ താമസത്തിന്റെ ദൈർഘ്യമാണ്? പേഷ്യന്റിന്റെയാണ് കേട്ടോ, രോഗിയുടെയാണ്. അതായത് രോഗികൾ അവരുടെ ചികിത്സയ്ക്കായിട്ട് ആ സ്റ്റേ ചെയ്യുന്നത്, ചിലവർ കുറച്ച് കാലയളവിലേക്ക് മാത്രം സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ട്. മറ്റു ചിലവർ എന്താണ് കുറെ നാളുകളോളം എന്താണ് സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു ലെങ്ത് ഓഫ് സ്റ്റേ ആണ് കേട്ടോ, താമസത്തിന്റെ ദൈർഘ്യം. ആരുടെ താമസത്തിന്റെ ദൈർഘ്യമാണ്? പേഷ്യൻസിന്റെ കേട്ടോ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. അത് ഓരോന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 6 ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് സൈസ് ഉണ്ട്, ലെവൽ ഓഫ് കെയർ ഉണ്ട്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, ഓണർഷിപ്പ്, സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലെങ്ത് ഓഫ് സ്റ്റേ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് എന്താണുള്ളത് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? സൈസ് ആണ്, അല്ലെ? എന്താണ് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കെട്ടിടത്തിന്റെ വലുപ്പം അല്ലാന്ന് ഞാൻ പറഞ്ഞു. പിന്നെന്തായിരിക്കും നോക്കാം നമുക്ക്. Size of a hospital is generally measured by the number of inpatient beds it offers. Underline ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെ ഹോസ്പിറ്റലിന്റെ സൈസ് എന്ന് പറയുന്നത്
നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ആണ് കേട്ടോ. നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ഇറ്റ് ഓഫേഴ്സ്. ഒരു ഹോസ്പിറ്റല് ഓഫർ ചെയ്യുന്ന ബെഡുകളുടെ എണ്ണം, പ്രത്യേകിച്ച് ഇൻപേഷ്യന്റ് ബെഡ്സ് അല്ലെ. ഇൻപേഷ്യൻസിനാണല്ലോ ബെഡിന്റെ ആവശ്യം വരുന്നത്. അതായത് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് അല്ലെ, കിടത്തി ചികിത്സ. അപ്പൊ കിടത്തി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പേഷ്യൻസിന് എത്രത്തോളം ബെഡുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, എത്രത്തോളം ബെഡുകളാണ് ഒരു ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്നത്, അതാണ് അവിടെ സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് മെഷേർഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ഇറ്റ് ഓഫേഴ്സ്. ഓക്കെ. ഇനിയോ, ഓൺ ദ ബേസിസ് ഓഫ് സൈസ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ എ ലാർജ് ഹോസ്പിറ്റൽ. അപ്പൊ ഈ സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണത്? സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് ലാർജ് ഹോസ്പിറ്റൽസ്. ഓക്കെ ആണല്ലോ. ഓരോന്ന് നോക്കാം കേട്ടോ. അതിന്റെ പോയിന്റുകളും പ്രത്യേകതകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം. ഫസ്റ്റ് വൺ വരുന്നത് സ്മോൾ ഹോസ്പിറ്റൽ. ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് ബോറായി തോന്നുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ലല്ലോ. ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയാട്ടോ, ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഓക്കെ. സ്മോൾ ഹോസ്പിറ്റൽ കേട്ടോ, ചെറിയ ഹോസ്പിറ്റലിനെ പറ്റി പറയാണ്. നോട്ട് ചെയ്യണം കേട്ടോ. ദ ഹോസ്പിറ്റൽ വിത്ത് അപ്രോക്സിമേറ്റ്ലി, സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. കാണുന്നില്ലേ സ്ക്രീൻ? ബൻഷീർ ഒന്ന് നോക്കണം കേട്ടോ, ചിലപ്പോ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കാം. സ്മോൾ ഹോസ്പിറ്റൽ, ദ ഹോസ്പിറ്റൽ വിത്ത് അപ്രോക്സിമേറ്റ്ലി 30 or less ബെഡ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. The hospital with the approximately 30 or less beds are generally recognized as a small hospital. എന്താണ് പറയുന്നത്? ബെഡുകളുടെ എണ്ണം 30-ഓ 30-ൽ താഴെയോ ഉള്ള എന്താണ് ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ. സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്ന? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ് ആണ്. അതിനകത്ത് 30-ഓ 30-ൽ താഴെയോ ബെഡുകളുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. നമ്പർ നോട്ട് ചെയ്യുന്നു കേട്ടോ. 30 or less than 30 ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നോക്കിക്കേ, സ്മോൾ ഹോസ്പിറ്റൽസ് ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ. ശരിയല്ലേ? നിങ്ങൾ ഇത് ആലോചിച്ചാൽ മതി. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇല്ലേ, അത് മാത്രം മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. നമ്മുടെ നാട്ടിലില്ലേ, ഓരോ വാർഡിലേക്കായിട്ടും ഓരോ പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ ഉണ്ടായിരിക്കും. അത് തന്നെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി കേട്ടോ. സ്മോൾ ഹോസ്പിറ്റൽസ് ഹാവ് എ ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ. ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവർക്ക് എന്തായിരിക്കും? റിസോഴ്സസ് കുറവായിരിക്കും. വളരെ പരിമിതമായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് മാത്രമേ അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന രീതിയിലുള്ള ഒരു പരിചരണം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. അവരെ സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള എന്തെങ്കിലും കെയർ നമുക്ക് കൊടുക്കാം. പിന്നെ ഫർദർ ട്രീറ്റ്മെന്റിനാണെങ്കിൽ അവർ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വിടുള്ളൂ. കാര്യം എന്താ? അതിനുള്ള റിസോഴ്സ് മാത്രമേ അവർക്ക് ഉള്ളൂ അല്ലെ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ മാത്രമേ അവർക്കുള്ളൂ. അത് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ. പിന്നെന്താ പറയുന്നത്? മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽസ്, എസ്പെഷ്യലി ഇൻ സബർബൻ ആൻഡ് റൂറൽ ഏരിയാസ് അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റലും എങ്ങനത്തെയാണ്? സ്മോൾ ഹോസ്പിറ്റലാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഗ്രാമങ്ങളാണ് അല്ലെ. ഗ്രാമങ്ങളല്ലേ കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി അധികം എന്താണ്? ഗ്രാമങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് നമ്മുടെ ഇന്ത്യയിൽ എന്താണെന്നാ പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റലുകളാണ് കേട്ടോ. സ്മോൾ ഹോസ്പിറ്റലുകളാണ്. പ്രത്യേകിച്ച് അവര് പറയുന്നത് റൂറൽ ഏരിയാസില്, അതുപോലെ സബർബൻ ഏരിയാസിലൊക്കെ. റൂറൽ ഏരിയ എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളാണ് കൂടുതൽ ഇന്ത്യയിൽ, അതുകൊണ്ടാണ് കേട്ടോ. അവിടേക്ക് അതുകൊണ്ട് മെജോറിറ്റി എന്തായിരിക്കും? സ്മോൾ ഹോസ്പിറ്റൽസ് ആയിരിക്കും. ഓക്കെ, അതൊരു പോയിന്റ് ആണ് കേട്ടോ, ചോദിക്കാൻ നിങ്ങളോട്. പിന്നെന്താണ്? ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽ ടു ഔട്ട്സോഴ്സ് വാരിയസ് സർവീസസ് സച്ച് എസ് ലബോറട്ടറി, റേഡിയോളജി ആൻഡ് ഫാർമസി. ശരിയല്ലേ? അതായത് നമുക്കറിയാം അല്ലെ, ചെറിയ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവർക്ക് വളരെയധികം സൗകര്യങ്ങൾ കുറവാണ്. അപ്പൊ അവരെന്ത് ചെയ്യും?
പല സേവനങ്ങളെ അവര് ഔട്ട്സോഴ്സ് ചെയ്യും അല്ലെ. എന്താണ് ഔട്ട്സോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, പുറത്തേക്ക് എഴുതി കൊടുക്കും, അങ്ങനെയല്ലേ ചെയ്യാം. അപ്പൊ മരുന്നുകളായിക്കോട്ടെ, അതാണ് പറയുന്നത്. ലബോറട്ടറി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു എന്താ പറയുക എക്സ്റേ എടുക്കേണ്ടി വന്നു, ഒരു സ്കാനിങ് എടുക്കേണ്ടി വന്നു, അതിനുള്ള സൗകര്യം ഇല്ല, അവരെന്ത് ചെയ്യും, അത് പുറത്തേക്ക് എഴുതി തരും, ഔട്ട്സോഴ്സ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ നോക്കി ഇപ്പൊ ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, പുറത്തെ ഏതെങ്കിലും ലാബിലേക്ക് അവര് എഴുതി തരും അല്ലെ. ഔട്ട്സോഴ്സ് ചെയ്യാണ് പല സേവനം, പ്രത്യേകിച്ച് ഈ പറയുന്ന ലബോറട്ടറി, അതുപോലെ തന്നെ റേഡിയോളജി അല്ലെ, റേഡിയോളജി, എക്സ്റേ, സ്കാനിങ് അങ്ങനെയുള്ള സേവനങ്ങള്. പിന്നെ ഈ പറയുന്ന ഫാർമസി അല്ലെ, മരുന്നുകള്. പക്ഷെ നമ്മുടെ നാട്ടില് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. നമ്മുടെ നാട്ടിൽ ഏത് കുഞ്ഞു ഹോസ്പിറ്റലായാലും അത്യാവശ്യം ഫാർമസി സൗകര്യങ്ങളൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് അല്ലെ. ചിലപ്പോൾ ഇത് കൂടുതൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യ അങ്ങനെയുള്ള റൂറൽ ഏരിയാസിലൊക്കെ ഇതായിരിക്കും അവസ്ഥ. നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഓക്കെ, അത് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവർ ഈ പറയുന്ന ഫാർമസി ആയിക്കോട്ടെ, ലബോറട്ടറി ആയിക്കോട്ടെ, റേഡിയോളജി സേവനങ്ങളൊക്കെ പുറത്തേക്ക് എഴുതി കൊടുക്കും അല്ല, ഔട്ട്സോഴ്സ് ചെയ്യും. പിന്നെന്താണ് പറയുന്നത്, എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആൻഡ് സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ആർ യൂഷ്വലി അറ്റ് എ വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽസ് അല്ലെ. എമർജൻസി കെയർ ആയിക്കോട്ടെ അല്ലെ, അടിയന്തര പരിചരണങ്ങള് അല്ലെങ്കിൽ തീവ്ര പരിചരണങ്ങള്, ശസ്ത്രക്രിയാ പരിചരണങ്ങളെല്ലാം തന്നെ എങ്ങനെയായിരിക്കും, ആർ യൂഷ്വലി വെരി ബേസിക് ലെവലിലായിരിക്കും, ഏറ്റവും അടിസ്ഥാന ലെവലിലായിരിക്കും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, സ്മോൾ ഹോസ്പിറ്റലിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇതിലൊന്നും പ്രത്യേകിച്ച് കൂടുതൽ അറിയാൻ മാത്രമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ എളുപ്പം വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് എന്താണ്, സൈസ് എന്ന് പറഞ്ഞ എന്താണ്, നമ്പർ ഓഫ് ഇൻപേഷ്യന്റ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് സ്മോൾ ഹോസ്പിറ്റൽ ആണ്. പോയിന്റ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. സ്മോൾ ഹോസ്പിറ്റൽസിൽ എത്രയാണ് നമ്മൾ നമ്പർ ഓഫ് ബെഡ്സ് പറഞ്ഞത്, 30 or less than 30 ബെഡ്സ്. അത് ഫസ്റ്റ് പോയിന്റ് അല്ലെ. രണ്ടാമത്തെ എന്താണ്, ദേ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. എന്താണ്, ദേ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ് അല്ലെ. വളരെ കുറഞ്ഞ പരിമിതമായിട്ടുള്ള റിസോഴ്സുകൾ മാത്രമേ അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ. മൂന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്, മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ ദ സ്മോൾ ഹോസ്പിറ്റൽസ് ആണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്, ദേ ഔട്ട്സോഴ്സ് വാരിയസ് സർവീസസ് അല്ലെ. ദേ ഔട്ട്സോഴ്സ് വാരിയസ് സർവീസസ് ലൈക്ക് ഫാർമസി, റേഡിയോളജി അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ അവര് ഔട്ട്സോഴ്സ് ചെയ്യുന്നു അല്ലെ, പുറത്തേക്ക് അവര് എഴുതുന്നു. പിന്നെ തന്നെ നമുക്ക് ലിമിറ്റഡ് റിസോഴ്സ് തന്നെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്താണ്, എമർജൻസി കെയർ ആയാലും ഈ പറയുന്ന ഇന്റൻസീവ് കെയർ ആയാലും ആർ വെരി ബേസിക് ലെവൽ അല്ലെ, ഏറ്റവും അടിസ്ഥാന തലത്തിലായിരിക്കും അല്ലെ. അതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് ചിന്തിക്കാം. അപ്പൊ ഈ പോയിന്റുകള് കണക്ട് ചെയ്തിട്ട് വേണം അടുത്ത മിഡ് സൈസിലും ലാർജ് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് രണ്ടാമത്തെ നമുക്ക് നോക്കാം, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് കേട്ടോ. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, അവിടെ ആ ബെഡിന്റെ എണ്ണം ഇവിടെ ബെഡിന്റെ എണ്ണം അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നോക്കിക്കേ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് typically having 30 to 100 beds are also very popular in India. കണ്ടോ, ബെഡ്സിന്റെ എണ്ണം മാറി അല്ലെ. അവിടെ എത്രയായിരുന്നു, 30 or less than 30. ഇവിടേക്ക് വന്നിട്ട് എത്രയാ, 30 to 100 ബെഡ്സ്. നോട്ട് ചെയ്യുന്നു കേട്ടോ, 30 to 100 ബെഡ്സ്. അവരും എന്താണ്, ഇങ്ങനെയുള്ള മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസും നമ്മുടെ ഇന്ത്യയിൽ ധാരാളമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത അവിടെ നമ്മൾ പറഞ്ഞു ലിമിറ്റഡ് റിസോഴ്സ് എന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വരുമ്പോൾ അതിനൊന്ന് കമ്പയർ ചെയ്ത് പറയാം കേട്ടോ. They have more resource than എന്നാണ് കേട്ടോ. then എന്നാണ് എഴുതിയിരിക്കുന്നത്, അതൊന്ന് തിരുത്താം കേട്ടോ. than ആക്കണേ, then എന്നല്ല than ആണ്. ഈ വെട്ടിട്ട് a ആക്കാം കേട്ടോ. They have more resource than small hospitals and are better equipped to provide complex services. However, they are not so comprehensive as a large hospitals. അല്ല, മിഡിൽ തന്നെ പറയുമ്പോൾ മിഡിലിൽ വരുന്നതാണ്, എന്ന് വെച്ചാൽ സ്മോളിനും ലാർജിനും ഇടയിലാണ്. എന്താണ്, അവർക്ക് സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ റിസോഴ്സസ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. അതേസമയം എന്താണ്, ലാർജ് ഹോസ്പിറ്റലിന് അത്ര കോംപ്രിഹെൻസീവും അല്ല അല്ലെ. കമ്പാരിസൺ ആണ് അവിടെ പറയുന്നത് അല്ലെ. വലിയ ഹോസ്പിറ്റലിന് അത്ര സമഗ്രമായ സേവനം കൊടുക്കാൻ പറ്റുമോ, ഇല്ല. എന്നാൽ സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കൂടെ റിസോഴ്സസ് അവർക്ക് അധികമായിട്ട് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ് നമ്മൾ പറഞ്ഞു, they generally offer reasonable level of emergency and intensive care അല്ലെ. reasonable level of emergency care, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, എമർജൻസി, ഇന്റൻസീവ്, സർജിക്കൽ കെയർ ഒക്കെ വെരി ബേസിക് ലെവലിലാണ് പറഞ്ഞത്.
ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി ആൻഡ് ഇന്റൻസീവ് കെയർ. കുറച്ചും കൂടെ മാന്യമായിട്ടുള്ള അല്ലെ, സ്മോൾ പോലെയല്ല, കുറച്ചൊരു ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു മിതമായിട്ടുള്ള ഒരു റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി ആൻഡ് ഇന്റൻസീവ് കെയർ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്, ഇറ്റ് വിൽ ഹാവ് മോസ്റ്റ് ഓഫ് ദ ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസ് ലൈക്ക് ഡയഗ്നോസ്റ്റിക്സ് എസ് എ ഇൻ ഹൗസ് സർവീസ് അല്ലെ. അവിടെ നമ്മൾ പറഞ്ഞു ഒട്ടുമിക്ക സേവനങ്ങളും ഔട്ട്സോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ, പുറത്തോട്ട് എഴുതാണ്. പക്ഷെ മിഡിലോട്ട് വരുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ക്ലിനിക്കൽ സേവനങ്ങൾ മാത്രം, അതാണ് അവിടെ പറഞ്ഞത്. മോസ്റ്റ് ഓഫ് ദ ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസ് ലൈക്ക് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഇൻ ഹൗസ് സർവീസ് അല്ലെ. മിക്കവാറും ക്ലിനിക്കൽ സേവനങ്ങൾ, അതായത് ഈ പറയുന്ന ഫാർമസിയോ അല്ലെങ്കിൽ ലാബ് സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് സേവനങ്ങളൊക്കെ ഇൻ ഹൗസ് സർവീസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ഹൗസ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിനകത്ത് തന്നെ ലഭ്യമാക്കുന്ന രീതിയിലുള്ള സേവനമാണ്. പുറത്തോട്ട് എഴുതേണ്ട ആവശ്യം വരുന്നില്ല, ഹോസ്പിറ്റലിൽ തന്നെ അത്തരം സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെയോ നോൺ ക്ലിനിക്കൽ സർവീസസ് ലൈക്ക് ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് എക്സെട്ര ആർ യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ എ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. പിന്നെ ഇങ്ങനെയുള്ള സേവനങ്ങൾ മാത്രമാണ് അവർ പുറത്തോട്ട് എഴുതുന്നത്. നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സേവനങ്ങൾ, നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയിക്കോട്ടെ, ലോണ്ടറി അല്ലെ, ഈ പറയുന്ന നമ്മള് ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ബെഡോ, ബെഡ്ഷീറ്റ്, അതുപോലെ നമ്മുടെ കർട്ടൻസ്, പുതപ്പ്, അങ്ങനെയുള്ള ലോണ്ടറി അല്ലെ, തുണിത്തരങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോ അത് മാത്രമാണ് പുറത്തോട്ട് എഴുതേണ്ടത് അല്ലെ. പുറത്തോട്ടേക്ക് അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ നമ്മൾ കൊണ്ടുവരേണ്ടത് അങ്ങനെയുള്ളത് മാത്രമാണ്. അതുപോലെ ഹൗസ് കീപ്പിംഗ്, അത്തരം സേവനങ്ങളെല്ലാം തന്നെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിന് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം, ക്ലിനിക്കൽ സേവനങ്ങളെല്ലാം ഇൻ ഹൗസ് സർവീസ് ആയിട്ട് കൊടുക്കുമ്പോൾ നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ മാത്രമാണ് അവിടെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും അതിനെ ഒന്ന് സ്മോൾ ഹോസ്പിറ്റലായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അവിടെ 30 or less than 30 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ 30 to 100. അവിടെ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരുന്നു. ഇവിടെ നമുക്ക് പറയുമ്പോൾ എന്താണ്, മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ ബട്ട് നോട്ട് സോ കോംപ്രിഹെൻസീവ് ആസ് എ ലാർജ് ഹോസ്പിറ്റൽ അല്ലെ. അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാം കേട്ടോ. പിന്നെ അവിടെ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്, എമർജൻസി കെയർ ആൻഡ് ഇന്റൻസീവ് കെയർ അറ്റ് വെരി ബേസിക് ലെവൽ സ്മോളില്. ഇങ്ങോട്ട് വരുമ്പോഴോ റീസണബിൾ ലെവൽ ഓഫ് ഇന്റൻസീവ് ആൻഡ് എമർജൻസി കെയർ. അപ്പൊ അതൊന്ന് കമ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ളതാണ്. പിന്നെ അവിടെയാണെങ്കിലോ ദേ ഔട്ട്സോഴ്സ് വാരിയസ് സർവീസസ്. സ്മോളില് എല്ലാ ഒട്ടുമിക്ക സേവനങ്ങൾ, അത് ക്ലിനിക്കൽ ആയിക്കോട്ടെ നോൺ ക്ലിനിക്കൽ ആയിക്കോട്ടെ, എല്ലാ സേവനങ്ങളും ഔട്ട്സോഴ്സ് ചെയ്യും സ്മോളിനകത്ത്. മിഡിലോട്ട് വരുമ്പോഴോ ക്ലിനിക്കൽ സർവീസസ് മാത്രമാണ് അവർ, ക്ലിനിക്കൽ സർവീസസ് അവർ ഇൻ ഹൗസ് സർവീസ് ആയിട്ടാണ് നൽകുന്നത്, അവിടെ തന്നെ കൊടുക്കുന്നു. അതേസമയം നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ മാത്രമാണ് അവിടെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള പോയിന്റുകൾ ഒന്ന് കമ്പയർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കിയാലോ, ലാർജ് ഹോസ്പിറ്റൽസ് അല്ലെ, വലിയ ഹോസ്പിറ്റൽസ്. അതെങ്ങനെയായിരിക്കുള്ളൂ? ഹോസ്പിറ്റൽസ് വിത്ത് മോർ ദാൻ 100 ബെഡ്സ്. എത്രയാണ്? മോർ ദാൻ 100 ബെഡ്സ് അല്ലെ, 100 ബെഡുകളിൽ കൂടുതൽ. അപ്പൊ നോക്കട്ടെ, കമ്പയർ ചെയ്ത് നോക്കുക. 100 ബെഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് എ ലാർജ് ഹോസ്പിറ്റൽസ്. വെരി ഓഫൺ these hospitals offer multiple specialty and super specialty services. ലാർജ് ഹോസ്പിറ്റൽ ആണെന്ന് നമുക്കറിയാം അല്ലെ, കൂടുതൽ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി അഥവാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. പിന്നെ മാത്രമല്ല, ലാർജ് ഹോസ്പിറ്റൽസ് ഹാവ് എ പ്ലെന്റിഫുൾ റിസോഴ്സസ് ടു ഹാൻഡിൽ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ആൻഡ് കോംപ്ലക്സ് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ. അപ്പൊ കൂടുതൽ സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം പ്ലെന്റിഫുൾ റിസോഴ്സസ് ആണ് ഇവർക്ക് അല്ലെ, ധാരാളമായിട്ട് റിസോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേയും കൂടെ വൈഡ് ആയിട്ടുള്ള കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. പിന്നെന്താണ്, they typically have completely developed ICU, operation theatre complex, emergency care unit and all other clinical support units like laboratory and radiology. അപ്പോ ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ എല്ലാം ഡെവലപ്ഡ് ആയിരിക്കും, അത്രേ അതിനകത്തുള്ളൂ കേട്ടോ. ലാർജ് ഹോസ്പിറ്റലിലെ നമ്പർ ഓഫ് ബെഡ്സ് എത്രയാണ്? മോർ ദാൻ 100 അല്ലെ. പിന്നെ റിസോഴ്സ് എങ്ങനെയാണ്? പ്ലെന്റിഫുൾ റിസോഴ്സസ് ആണ് അല്ലെ. പിന്നെ എന്താണ്, കെയറിങ് എങ്ങനെയാണ്? ഹൈ എൻഡ് കെയർ ആണ് അല്ലെ. കുറേ കൂടി ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പരിചരണമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മൾ സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചത്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ തന്നെ പഠിക്കുമ്പോൾ ഒരു എന്താ പറയാ പോയിന്റ് പോലെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം, അങ്ങനെ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ സൈസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്തതാണ് കണ്ടത്
കേട്ടോ. സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ് ആണ് പഠിക്കുക കേട്ടോ. സ്മോളിലാവുമ്പോ 30 or less than 30, മിഡ് ആവുമ്പോ 30 to 100, ലാർജ് ആവുമ്പോ മോർ ദാൻ 100. പിന്നെ സ്മോൾ ആവുമ്പോൾ ലിമിറ്റഡ് റിസോഴ്സ് ആണ്, മിഡ് ആവുമ്പോൾ മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ ബട്ട് നോട്ട് സോ കോംപ്രിഹെൻസീവ് ആസ് ദ ലാർജ് ഹോസ്പിറ്റൽ. ഓക്കെ, ലാർജ് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോഴോ പ്ലെന്റിഫുൾ റിസോഴ്സസ്. അപ്പൊ റിസോഴ്സ് കൂടുന്ന സേവനം എങ്ങനെയായിരിക്കും? സ്മോൾ ഹോസ്പിറ്റലിലെ സേവനം ആർ അറ്റ് വെരി ബേസിക് ലെവൽ. പിന്നെ ഇവിടേക്ക് വരുമ്പോഴോ മിഡിലോട്ട് വരുമ്പോഴോ റീസണബിൾ ലെവൽ ഓഫ് കെയർ, ലാർജിലോട്ട് വരുമ്പോഴോ ഹൈ എൻഡ് കെയർ ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിക്കാനുണ്ട്, വേറെ കൂടുതലൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, സ്മോൾ ഹോസ്പിറ്റലിലെ എല്ലാ എന്താ പറയാ സർവീസും ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ മിഡിലോട്ട് വരുമ്പോൾ ക്ലിനിക്കൽ സേവനങ്ങൾ ഇൻ ഹൗസ് സർവീസ് ആയിട്ടും നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ മാത്രമാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ലാർജിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരുമോ? ഇല്ല, കാര്യം എല്ലാ സേവനങ്ങളും ആ ഒരു ഹോസ്പിറ്റലിനകത്ത് തന്നെ ലഭിക്കും. സോ നമുക്ക് എന്ത് പറയാം, നോട്ട് ഔട്ട്സോഴ്സ് അല്ലെ, അവര് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഔട്ട്സോഴ്സ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളത് മനസ്സിലൊന്ന് ആലോചിക്കണം. ഇത് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് വായിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പോ അടുത്തത് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞ് ആദ്യത്തെ പ്രൈമറി കെയർ മാത്രം പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, ലെവൽ ഓഫ് കെയർ. അപ്പൊ ആദ്യത്തെ ക്രൈറ്റീരിയ വെച്ച് ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു കേട്ടോ, സൈസിനെ ബേസ് ചെയ്തിട്ടുള്ളത് കണ്ടു. ഇനി രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്? രണ്ടാമത്തെ ഫാക്ടർ എന്തായിരുന്നു? ലെവൽ ഓഫ് കെയർ ആണ് അല്ലെ, പരിചരണത്തിന്റെ ആ ഒരു നിലവാരം അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, another basis of classifying hospital is level of care, which are basically three ആണ് കേട്ടോ. 3 ടൈപ്പ് ആയിട്ട് തന്നെയാണ് തിരിക്കുന്നത്. ഏതൊക്കെയാണ്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ കേട്ടോ. 3 എണ്ണമായിട്ടാണ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഓക്കെ, ഫസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്താം കേട്ടോ. പ്രൈമറി കെയർ ഒന്നും ആലോചിക്കേണ്ട, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അത് തന്നെയാണ് അതിന് എക്സാമ്പിൾ കേട്ടോ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എപ്പോഴെങ്കിലും പോവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വയസ്സായ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവര് കൂടുതൽ എന്തിനെ ആശ്രയിക്കുക? പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോവാനാണ് അല്ലെ. അവര് കൂടുതൽ അങ്ങനെയാണ് പോവാറ്. എന്റെ അമ്മയ്ക്ക് അധികം പോവാൻ ഇഷ്ടപ്പെടുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. അവിടെ പറ്റില്ലാണ്ടാവുമ്പോഴാണ് പുറത്തോട്ടൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം പ്രൈമറി കെയർ കേട്ടോ. ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ അല്ലെ, അതാണ് പ്രൈമറി, ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആണ്. സച്ച് ആസ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ് ഓർ സീസണൽ ഇൻഫെക്ഷൻ, നോർമൽ ഡെലിവറീസ് എക്സെട്ര ആർ കോൾഡ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ. എന്ന് വെച്ചാൽ പ്രാഥമിക പരിചരണങ്ങളാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ബേസിക് മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ എന്തൊക്കെയാണ്? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നമ്മൾ ഒരു ഡോക്ടറെ പോയി നമ്മൾ കൺസൾട്ട് ചെയ്യാം അല്ലെ. അതുപോലെ വാക്സിനേഷൻസ് കൂടുതലും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് അല്ലെ. പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ഒക്കെ നമ്മൾ ആശാ വർക്കർമാര് വിളിച്ചറിയിക്കും. നമ്മൾ ആ ദിവസം പോയി നമുക്ക് സൗജന്യമായിട്ട് തന്നെ അവിടെ നിന്ന് വാക്സിനേഷൻ എടുക്കാം അല്ലെ. അതുപോലെ മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ്, എയിൽമെന്റ് ഒരു പുതിയ വാക്കായിരിക്കാം, എയിൽമെന്റ് കേട്ടോ, അസുഖം എന്നാണ് അർത്ഥം കേട്ടോ. ഡിസീസ് എന്ന് പറയില്ലേ, എയിൽമെന്റ് കേട്ടോ, അലൈൻമെന്റ് എന്നൊന്നും വായിക്കല്ലേ, എയിൽമെന്റ് കേട്ടോ. എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ അസുഖം എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, സിമ്പിൾ എയിൽമെന്റ് അല്ലെ, നമ്മൾ ഈ പറയുന്ന സീസണൽ പനി, ചുമ, ജലദോഷം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? പ്രാഥമികമായിട്ടുള്ള അല്ലെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് നോർമൽ ഡെലിവറീസ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇപ്പൊ നോർമൽ ഡെലിവറിക്ക് ആരാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചെയ്യുന്നത്? ഇപ്പൊ എല്ലാ ഡെലിവറീസും എവിടെയാണ്? നല്ല നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ പണ്ടെന്ന് പറയുമ്പോൾ നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ അത്ര, ഇന്നാണ് ഇപ്പൊ ഡെലിവറിയിലൊക്കെ കുറെ കൂടെ കോംപ്ലിക്കേഷൻസ് വന്നത്. പണ്ട് അങ്ങനെയൊന്നുമില്ല അല്ലെ. പണ്ടെന്ന് പറയുമ്പോൾ വളരെ എന്താ പറയാ, ഇന്നത്തെ പോലെ ടെൻഷനൊന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആളുകൾ ആശ്രയിച്ചിരുന്നത് ഇങ്ങനെയുള്ള പ്രാഥമിക ആരോഗ്യ കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഇന്നത്തെ കാലത്ത് നോർമൽ ഡെലിവറി എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുകയോ പ്രൈമറി ഹെൽത്ത് സെന്റർ റിപ്പോർട്ട് ആരാണ് നോർമൽ ഡെലിവറി? അത്ര റിസ്ക് ഉള്ള സംഭവമല്ലല്ലോ. ഓക്കെ, അപ്പൊ നോർമൽ ഡെലിവറി അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ പ്രാഥമികമായിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. എക്സാമ്പിൾ എന്താ നമ്മൾ പറഞ്ഞത്? ഇൻ ഗവൺമെന്റ് സിസ്റ്റം പ്രൈമറി ഹെൽത്ത് സെന്റർ, PHC കേട്ടോ. PHCയുടെ ഫുൾ ഫോം എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കേട്ടോ.
ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് ദ പ്രൈമറി കെയർ. നമ്മളെല്ലാം നോക്കി കാണുന്നത് ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ എല്ലാ എക്സാമ്പിളുകളും നോക്കി കാണുന്നത് കേട്ടോ. അപ്പൊ ഗവൺമെന്റ് സിസ്റ്റത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അഥവാ പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് പ്രൈമറി കെയർ കൊടുക്കുന്നതിൽ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ ദ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. അറിയാലോ, വളരെ കുറഞ്ഞ റിസോഴ്സുകൾ മാത്രമേ അവിടെയുള്ളൂ. ചെറിയൊരു സിമ്പിൾ ഓർഗനൈസേഷൻ ആണ് അല്ലെ. അത്രേ ഉള്ളൂ പ്രൈമറി കെയർ. അറിയാലോ. ഓക്കെ, എക്സാമ്പിൾ പഠിച്ചു വെക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ദ പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രൊവൈഡ്സ് ഡാഷ് ടൈപ്പ് ഓഫ് കെയർ. ഓപ്ഷനിൽ ഉണ്ടാവും പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഏതാണ് നിങ്ങൾ എഴുതുന്നത്? പ്രൈമറി കെയർ കേട്ടോ. അങ്ങനെയാണ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സാധാരണ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ഡാഷ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഗിവിംഗ് ദ പ്രൈമറി കെയർ. അപ്പൊ ഓപ്ഷൻസിനകത്ത് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടാവും, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടാവും, മെഡിക്കൽ കോളേജ് ഉണ്ടാവും. അപ്പൊ ഏതാണ് പ്രൈമറി കെയർ കൊടുക്കുന്നതിന് എക്സാമ്പിൾ? പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇത്രയും മതി. നിങ്ങൾ അധികം ക്ലാസ് എടുത്ത് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും സംശയം ഉണ്ടോ ഒന്നെടുത്ത ക്ലാസ്സിൽ? വായിച്ചു നോക്കാം കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവർ വായിച്ചു നോക്കാം, അല്ലാത്തവരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ, ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? സിസ്റ്റർ പോയോ? ഒരു സിസ്റ്റർ ഉണ്ടല്ലോ നമ്മുടെ ക്ലാസ്സില്. സിസ്റ്റർ പേരെന്താണ്? പ്രതീക്ഷ എന്നല്ലേ സിസ്റ്ററുടെ പേര്? സിസ്റ്റർ പോയോ? നിങ്ങൾ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് പേരൊക്കെ ഒന്ന് എന്താ പറയാ ഫെമിലിയർ ആവുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് വഴിയെ എല്ലാവരുടെ പേരുകൾ മെസ്സേജ് ഒക്കെ കാണുമ്പോഴാണ് നിങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് കിട്ടി തുടങ്ങുന്നത്. അപ്പൊ ശരി. എന്താണ് ലാർജ് ഹോസ്പിറ്റൽസിലെ പോയിന്റ്സ് എടുത്ത് പറഞ്ഞു തരുമോ? ലാർജ് ഹോസ്പിറ്റൽ അല്ലെ. ലാർജ് ഹോസ്പിറ്റലിന്റെ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, നമ്പർ ഓഫ് ബെഡ്സ് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 100 കേട്ടോ. 100ലും കൂടുതൽ ബെഡുകളുള്ള ഹോസ്പിറ്റൽ. ഓക്കെ, കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഒന്ന്, പിന്നെന്താണ്? പ്ലെന്റിഫുൾ റിസോഴ്സസ്. എന്താണ് പ്ലെന്റിഫുൾ റിസോഴ്സസ്? ധാരാളം എന്തുണ്ട്? സൗകര്യങ്ങളുണ്ട് അല്ലെ. ധാരാളം സൗകര്യങ്ങളുണ്ട്. അപ്പൊ ഒന്ന് കണക്ട് ചെയ്തേ. ധാരാളം സൗകര്യങ്ങൾ ഉണ്ടാവുമ്പോ ഇങ്ങനെയുള്ള കെയറിങ് അവർക്ക് കൊടുക്കാൻ പറ്റാം. ഹൈ എൻഡ് കെയർ കൊടുക്കാൻ പറ്റും അല്ലെ. കുറേയും കൂടി ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ്? ദേ ഡു നോട്ട് ഔട്ട്സോഴ്സ് അല്ലെ. ദേ ഡു നോട്ട് ഔട്ട്സോഴ്സ്. എന്തെങ്കിലും പുറത്തേക്ക് എഴുതി കൊടുക്കണോ അവർക്ക്? ലാർജ് ഹോസ്പിറ്റലിന് വേണ്ട. കാര്യം എന്താ? എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ലഭ്യമാണ്. അപ്പൊ ദേ ഡു നോട്ട് ഔട്ട്സോഴ്സ് കേട്ടോ. പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. പിന്നെ ആരാണ്? ചരകയുടെ പോർഷൻ ആർക്കാണ് കാണേണ്ടത്? വേണാട്ടോ. സ്ക്രീനൊന്ന് നോക്കിക്കോ. ചരകയുടെ 5th പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ക്രീൻ നോക്കുക കേട്ടോ. 5th പോയിന്റിലാണ് ചരക സംഹിത. അത് മാത്രം ഓർത്താൽ മതി കേട്ടോ. വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ആയുർവേദ. സുശ്രുത ആരാണ്? ഫാദർ ഓഫ് സർജറി. സുശ്രുത സംഹിത. അതൊക്കെ പേര് കിട്ടും. അവരുടെ പേര് തന്നെ അതിനോട് കൂടി ഉണ്ടല്ലോ, നമുക്ക് മാറിപ്പോകില്ല കേട്ടോ. മിഡ് സൈസ് ഹോസ്പിറ്റലിന്റെ പോയിന്റ് എന്താണ്? മിഡ് സൈസ് ആവുമ്പോൾ നമ്പർ ഓഫ് ബെഡ്സ് 30 to 100 കേട്ടോ. നമ്പർ ഓഫ് ബെഡ്സ് 30 to 100. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ. എന്താണ്? മോർ റിസോഴ്സസ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ ബട്ട് സോ കോംപ്രിഹെൻസീവ് ആസ് എ ലാർജ് ഹോസ്പിറ്റൽ. മലയാളത്തിൽ അല്ല എഴുതി വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായാൽ മതി കാര്യം. സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കുറേ കൂടെ റിസോഴ്സ് ഉണ്ട്. അതേസമയം ലാർജ് ഹോസ്പിറ്റലിന്റെ അത്രയും ഇല്ല. ഇടയിലാണല്ലോ, മിഡ് ആണല്ലോ, മിഡിലല്ലേ വരുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ.
പിന്നെന്താ നമ്മൾ പറഞ്ഞത്? റീസണബിൾ ലെവൽ ഓഫ് കെയർ. അതാണ് റീസണബിൾ, ഒരു മാന്യമായിട്ടുള്ള ഒരു മിതമായിട്ടുള്ള രീതിയിലുള്ള കെയറിങ്. ഓക്കെ, റീസണബിൾ ലെവൽ ഓഫ് കെയർ. പിന്നെന്താ നമ്മൾ പറയുന്നത്? ക്ലിനിക്കൽ സപ്പോർട്ട് ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡഡ് ആസ് ഇൻ-ഹൗസ് സർവീസ്. ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡഡ് ആസ് എ ഇൻ-ഹൗസ് സർവീസ്. ക്ലിനിക്കൽ സേവനങ്ങൾ എന്ന് വെച്ചാൽ ഫാർമസി അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള ക്ലിനിക്കൽ ആയിട്ടുള്ള സേവനങ്ങൾ ഇൻ-ഹൗസ് സർവീസ് ആയിട്ട് കൊടുക്കുന്നു. അതേസമയം എന്താണ്? നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ, നോൺ ക്ലിനിക്കൽ സർവീസസ് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. അങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. നോൺ ക്ലിനിക്കൽ സർവീസസ് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ഓക്കെ, നോൺ ക്ലിനിക്കൽ സേവനം എന്ന് പറയുമ്പോൾ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകള്, കർട്ടൻസുകൾ, അത് മാത്രമാണ് അതൊക്കെ നമ്മൾ കൊണ്ടുവരണം പുറത്തോട്ട്, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, അത്രയേ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ? ശരി, എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, മൺഡേ കാണാം. താങ്ക് യു. Thank you, teacher.